ഇന്നലത്തെ ഒരു ദിവസം ക്രിക്കറ്റ് ആരാധകരൊന്നും ഒരു കാരണവശാലും മറക്കാത്തൊരു ദിവസമാണ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള രണ്ടാമത്തെ 2020 മത്സരം വെള്ളിയാഴ്ച 31/10/2025 സിഡ്നിയിൽ വെച്ച് നടന്നത്. സിഡ്നി ഗ്രൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പേസിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. അപ്പം ആ പേസ് ആക്രമണത്തിന് നമുക്ക് ടോസ് നഷ്ടപ്പെട്ട് നമ്മൾ ബാറ്റിങ്ങിന് വരുമ്പോഴത്തേക്ക് ആ പേസർമാരെ നമ്മൾ നേരിടേണ്ട ഒരു രീതി ഇത് കുറച്ചും കൂടെ ഇന്ത്യ ഒന്ന് ഡെവലപ്പ് ചെയ്തിരിക്കും. നമ്മളെ ബാറ്റ്സ്മാൻ നിര എല്ലാം നല്ല സ്ട്രോങ് ആണ് 2020 ലെവലിൽ. അവസാനം കളിച്ച 2020 നമ്മൾ സൂര്യകുമാറിൻ്റെ നേതൃത്വത്തിൽ ഏഷ്യ കപ്പ് മുഴുവൻ കളിയും ജയിച്ചാണ് ഏഷ്യ കപ്പ് നേടിയത്. അതേപോലെ തന്നെ ഇതിന് മുമ്പുള്ള മാച്ചുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 99% വിജയിച്ചാണ് വന്നത്. ഒരു തോൽവി ഇതിന് മുമ്പ് നമ്മൾ വഴങ്ങിയിട്ടുള്ളൂ. അപ്പം അദ്ദേഹത്തിന് നല്ല ഒരു ക്യാപ്റ്റൻസിയുടെ ഇതുണ്ട്. ഇന്നലെ തന്നെ ബാറ്റിങ്ങിൽ അദ്ദേഹം പന്ത് തട്ടി നേരെ വന്നിട്ട് കയ്യിൽ പിടിക്കുമായിരുന്നു. അതുകൊണ്ട് സഞ്ജുവിനൊന്നും ചെയ്യാൻ പറ്റില്ല. തേർഡ് ഡൗൺ ഇറങ്ങിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വരുന്ന ബാറ്റ്സ്മാൻമാരെല്ലാം നമ്മളെ നിരാശപ്പെടുത്തി. അഭിഷേക് മാത്രമാണ് കുറച്ചെങ്കിലും രണ്ടക്കം കടന്നിട്ട് നിന്നത്. അഭിഷേകിന് സപ്പോർട്ടായിട്ട് നിൽക്കേണ്ട ആൾക്കാർ പോലും അത് ചെയ്തു കൊടുത്തില്ല. റാണ അത് കണക്ക് തന്നെ അക്ഷർ പട്ടേലൊക്കെ ആവശ്യമില്ലാതെ ഉള്ള റണ്ണിന് ഓടിയാണ് ഔട്ടാവുന്നത്. ജസ്പ്രീത് ബുംറയുടെ വിക്കറ്റ് കണ്ടാൽ ഇവനൊക്കെ കളിക്കാൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ആ ഒരു 20 ഓവർ പോലും അവർക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമയ സാവകാശമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ 2020 ശ്രദ്ധിക്കണം. ഓസീസ് ടീമിനെ പ്രത്യേകിച്ചും നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ നാട്ടിലോട്ട് പോവുകയോ ചെയ്യരുത്. കാരണം അവർ നമ്മളെ നല്ലതുപോലെ സ്റ്റഡി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓരോ ബാറ്റ്സ്മാൻമാരും ഓരോ ബോളർമാരുടെയും മൂവ്മെൻറ്റ്സ് അവർ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ കളിക്ക് വരുന്നുള്ളൂ. നമ്മൾ തിരിച്ചത്രത്തോളം നമ്മൾ പ്രാക്ടിക്കലായിട്ട് കളിച്ച് അവർ പരിശീലിച്ച് അവരുടെ മുമ്പിലോട്ട് ചെല്ലുന്നുണ്ടോ എന്ന് തന്നെ നമ്മളൊന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. അവരങ്ങനെ ടോസ് നേടി അല്ലെങ്കിൽ അവർ കളിച്ച് വിജയിച്ച് കപ്പൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കാഴ്ചകളൊക്കെ വളരെ വ്യക്തമാണ്. അവരുടെ ഗെയിം പ്ലാനും അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസി അവർ കൊടുക്കുന്ന കാര്യത്തിലെല്ലാം അവർ ഏറെ മുൻപന്തിയിലാണ് മറ്റൊരു രാജ്യക്കാരെക്കാട്ടിലും കൂടുതൽ. അവരത്രത്തോളം ക്രിക്കറ്റിന് വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അത് കണക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഇനിയും തിരിച്ചു വരാൻ കഴിയും, മെച്ചപ്പെട്ട രീതിയിൽ ബാറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള പ്രതീക്ഷയോടുകൂടി നമ്മളിരിക്കുകയാണ്.